Hello my dear friends, welcome back to my channel. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ആണ് എടുക്കുന്നത്. യൂണിറ്റിന്റെ പേരാണ് The Language of Birds. എന്താ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ അല്ലേ? ബേർഡ്സ് എന്ന് പറഞ്ഞാൽ കിളികൾ. കിളികളുടെ ഭാഷ. നമുക്ക് ഫസ്റ്റ് ഭാഗം നോക്കാം. A soothing song. സൂത്തിങ് എന്ന് പറഞ്ഞാൽ ആശ്വാസം നൽകുന്ന, സോങ് എന്ന് പറഞ്ഞാൽ പാട്ട്, ആശ്വാസം നൽകുന്ന പാട്ട്. ഓക്കെ, വാട്ട് യു ക്യാൻ സീ ദർ? എ ബോയ് ഈസ് സ്റ്റാൻഡിങ് നിയർ ദി വിൻഡോ. ഒരു ബോയ് ഈ വിൻഡോക്കരികിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്ന്. ഇൻ റഷ്യ, റഷ്യയിൽ there lived a rich merchant. അവിടെ ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നു. He had a servant. അദ്ദേഹത്തിനൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു വേലക്കാരനുണ്ടായിരുന്നു. എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഐവാൻ. ഐവാൻ എന്നു പേരുള്ള വളരെ ധൈര്യശാലിയായ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. മെർച്ചൻ്റ് എങ്ങനെയുള്ള ആളായിരുന്നു? വളരെ ക്രൂരനായിരുന്നു. ഹി മെയ്ഡ് ഐവാൻ ടോയിൽ ഫ്രം ഡോൺ ടു ഡസ്ക്. അദ്ദേഹം ഐവനെ കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ജോലികൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചിരുന്നു. ടോയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികൾ കൊടുത്തിരുന്നു. എങ്ങനെ? ഡോൺ ടു ഡസ്ക്. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ, ഡസ്ക് എന്ന് പറഞ്ഞാൽ പ്രദോഷം, അതായത് മോർണിംഗ് തൊട്ട് ഈവനിംഗ് വരെ അവന് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായി വന്നു. ഐവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഐവാൻ ആണെങ്കിലോ ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാൻ കിട്ടിയില്ല. അത്രത്തോളം ജോലി ആ വീട്ടിലുണ്ടായിരുന്നു. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക് ഐവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. അങ്ങനെ ആ ഹെവി വർക്ക്, ഒരുപാട് വർക്കുകൾ പറഞ്ഞല്ലോ, അത്രയും വർക്കൊക്കെ ചെയ്ത് അവസാനം ക്ഷീണിച്ചു കൊണ്ട് ഐവാൻ എന്ത് ചെയ്യും? അവൻ്റെ ബെഡിൽ പോയി കിടക്കും. ദെൻ ആ സമയത്ത് a nightingale would start singing sweet songs to him. ഒരു നൈറ്റിംഗേൾ, ഒരു വാനമ്പാടി പക്ഷി അതിൻ്റെ മനോഹരമായ പാട്ടുകൾ അവന് വേണ്ടി പാടാൻ തുടങ്ങും. എവറി നൈറ്റ്, എല്ലാ ദിവസവും രാത്രി, ദ നൈറ്റിംഗേൾ യൂസ്ഡ് ടു സിംഗ് ഫോർ ഹിം. എല്ലാ ദിവസവും രാത്രി പതിവായി നമ്മുടെ വാനമ്പാടി പക്ഷി അവന് വേണ്ടി ഇങ്ങനെ പാട്ടുകൾ പാടും. He could never see the nightingale. അവൻ ഇന്ന് വരെ ആ വാനമ്പാടി പക്ഷിയെ കണ്ടിട്ടില്ല. As it was dark outside. എന്തുകൊണ്ടാണ് കാണാത്തെ? പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ്. കാരണം രാത്രിയാണല്ലേ. അവൻ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ബെഡിൽ കിടക്കുന്ന സമയത്താണ് ഈ നൈറ്റിംഗേളിൻ്റെ സോങ് കേൾക്കുക. ആ സമയം രാത്രിയായിരിക്കും, പുറത്ത് ഇരുട്ട് കാരണം അവന് ബേർഡിനെ കാണാൻ പറ്റിയിട്ടില്ല. But it soon soothed him to sleep. പക്ഷേ ആ പക്ഷിയുടെ പാട്ട് അവനെ ഉറക്കത്തിലേക്ക് നയിക്കും, അതായത് ഉറക്കം വരുവാൻ അവന് അതൊരു ആശ്വാസം നൽകും. വാട്ട് എ ലവ്ലി സോങ്. എന്ത് രസകരമായ പാട്ടാണ്. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്. എന്ത് മനോഹരമായിട്ടാണ് അത് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്. പക്ഷേ ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഐ വിഷ് I could understand the language of birds. Ivan would think. ഐവൻ വിചാരിക്കാണ്, ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുമായിരുന്നുവെങ്കിൽ എന്ന് ഐവൻ ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. ലിറ്റിൽ ബേർഡീസ്. കുഞ്ഞു കുരുവികൾ, കുഞ്ഞു പക്ഷികൾ അല്ലേ? ഇവിടെ ഒരു ട്രീ കാണുന്നുണ്ട്. ആ ട്രീമേ ഒരു നെസ്റ്റ് കാണുന്നുണ്ട് അല്ലേ? അതിൽ കുറച്ച് കിളികളെയൊക്കെ നമുക്കിങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കത് വായിച്ചു നോക്കാം. One day the merchant sent Ivan to the forest to fetch firewood. One day, ഒരു ദിവസം, the merchant, ആ വ്യാപാരി, sent Ivan to the forest. ഐവാനെ കാട്ടിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടി? To fetch firewood. കുറച്ച് വിറക് കൊണ്ടുവരാൻ. ഫെച്ച് എന്ന് പറഞ്ഞാൽ ബ്രിങ്, കൊണ്ടുവരാൻ. ഫയർവുഡ് എന്ന് പറഞ്ഞാൽ വിറക്. Then soon the winds rose. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വിൻഡ്, കാറ്റ്, റോസ്, അടിക്കാൻ തുടങ്ങുകയാണ്. അവൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല കാറ്റടിക്കാൻ തുടങ്ങി. ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്. ആകാശമൊക്കെ ക്ലൗഡ് അല്ലെ, മേഘാവൃതമായി. ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്. മിന്നൽ എറിയാൻ തുടങ്ങി, അതായത് നല്ല മിന്നലൊക്കെ ഉണ്ടായി. ദ തണ്ടർ റോർഡ് ലൗഡ്ലി. അതായത് നല്ല ഇടി മുഴങ്ങാൻ തുടങ്ങി. And the rain
fell heavily. ഉടൻ തന്നെ എന്താണ്, നന്നായി മഴ പെയ്യാൻ തുടങ്ങി. Ivan soon ran to the shelter of a large tree. ആ സമയത്ത് നമ്മുടെ ഐവാൻ ഫോറസ്റ്റിലാണല്ലേ, അവൻ ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? ഒരു വലിയ മരത്തിൻ്റെ താഴേക്ക്, ഒരു ഷെൽട്ടറിന് വേണ്ടി, ഒരു സുരക്ഷിത സ്ഥാനത്തിന് വേണ്ടി. അപ്പോഴോ he saw a big nest on one of its branches. He saw, അവൻ കണ്ടു, a big nest, ഒരു വലിയ കിളിക്കൂട്, on one of its branches, ആ മരത്തിലെ ശിഖരങ്ങളിൽ ഒന്നിൽ വലിയൊരു കിളിക്കൂട് അവൻ കാണുന്നു. 4 small birds were there in the nest. ആ കിളിക്കൂടിൽ 4 കുഞ്ഞു പക്ഷികളുണ്ടായിരുന്നു. And there was no one to protect them from the wind and rain. ആ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. Ivan felt pity to them. ഐവാന് അവയോട് അനുകമ്പ തോന്നുകയാണ്. പിറ്റി എന്ന് പറഞ്ഞാൽ ദയ തോന്നുകയാണ്. He climbed the tree. അവൻ മരത്തിൽ കയറുന്നു. And covered the little ones with his clothes. അവൻ്റെ വസ്ത്രങ്ങൾ കൊണ്ട് ആ കുഞ്ഞു പക്ഷികളെ കവർ ചെയ്യുന്നു, ആകെ ഒന്ന് മൂടി വെക്കുകയാണ്. When the thunderstorm was over, അങ്ങനെ ആ ഇടിയും മിന്നലും ഒക്കെയുള്ള ആ നല്ല ശക്തമായ മഴ അവസാനിച്ചപ്പോൾ the mother bird came back. ആ പക്ഷികളുടെ അമ്മ തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ദ ടീച്ചിങ് ബേർഡ്, പഠിപ്പിക്കുന്ന പക്ഷി. താങ്ക് യു ഐവാൻ. ഐവാനോട് നന്ദി പറയാണ്. യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ. താങ്കൾ എൻ്റെ കുട്ടികളെ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിച്ചു. ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ടെൽ മീ, എന്നോട് പറയൂ. വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. ഞാൻ താങ്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഐവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. നമ്മുടെ ഐവാൻ ആണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? ടു സീ എ ടോക്കിംഗ് ബേർഡ്, സംസാരിക്കുന്ന പക്ഷിയെ കണ്ടപ്പോൾ. ഐവാൻ ആൻസ്വേർഡ്. ഐവാൻ ഉത്തരം പറയുന്നു. യു നോ അവർ ലാംഗ്വേജ്. ഞങ്ങളുടെ ഭാഷ നിനക്കറിയുമോ? വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്. എന്നെ നിങ്ങളുടെ ഭാഷ പഠിപ്പിക്കുമോ? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ഭാഷ. സ്റ്റേ വിത്ത് മീ, എൻ്റെ കൂടെ നിൽക്കൂ. ഫോർ സം ഡേയ്സ്, കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കൂ. ആൻഡ് യു ഷോൾ നോ ഇറ്റ് ആസ് വി ഡോ. ഞങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നിനക്കും പഠിക്കാൻ സാധിക്കും എന്ന് ഐവാനോട് ഈ ബേർഡ് പറയാണ്. അങ്ങനെ നമ്മുടെ ഐവാൻ എന്താ ചെയ്യുന്നത്? ഐവാൻ റിമൈൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം ഐവാൻ ആ ഫോറസ്റ്റിൽ താമസിക്കുകയാണ്. ഹി ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അങ്ങനെ നമ്മുടെ ഐവാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചു. ഫ്രം ദ മദർ ബേർഡ്, ആ അമ്മ പക്ഷിയിൽ നിന്നും. ഐവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഐവാൻ വളരെ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ സീക്രട്ട്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം. ദാറ്റ് നൈറ്റ് ഐവാൻ വാസ് ലിസണിങ് ടു ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൾ. അങ്ങനെ ഐവാൻ വീട്ടിലെത്തില്ലേ, അന്നത്തെ ദിവസം രാത്രി ഐവാൻ വാസ് ലിസണിങ്. ഐവാൻ ഇങ്ങനെ കേൾക്കുകയാണ് ടു ദ സോങ്. ആ സോങ് ആരുടെ സോങ് ആണ്? എല്ലാ ദിവസവും അവൻ രാത്രി കിടക്കുമ്പോൾ കേൾക്കുന്ന ആ ബേർഡ് അല്ലേ, ആ വാനമ്പാടി പക്ഷിയുടെ സോങ് ആണ് ഐവാൻ ഇങ്ങനെ കേൾക്കുന്നത്. ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൾ, വാനമ്പാടി പക്ഷിയുടെ പാട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. നൗ ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. പക്ഷേ മുന്നത്തെ പോലെയല്ല, ഇപ്പോൾ അവനാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. ഐവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. അങ്ങനെ ഐവാൻ അവയുടെ ഭാഷയിൽ ആ പക്ഷിയോട് സംസാരിച്ചു. ഇപ്പം നമ്മുടെ ഐവാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് പക്ഷി നമ്മുടെ ഐവാനോട് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ഭാഷ പഠിച്ചു? ഫ്ലൈങ് ടുവാർഡ്സ് ഹിം ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്. അല്ലേ, നൈറ്റിംഗേൾ അവന് നേരെ പറന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോഴോ ഐവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൾ. ഐവാൻ അവന് സംഭവിച്ച എല്ലാ കഥകളും ഈ വാനമ്പാടി പക്ഷിയോട് പറയുന്നു. ഐ ഹാവ് എ സീക്രറ്റ് ടു ടെൽ യു, ദ ബേർഡ് സെഡ്. അങ്ങനെ വാനമ്പാടി ഐവാനോട് പറയുകയാണ്, എനിക്ക് നിന്നോടൊരു രഹസ്യം പറയുവാനുണ്ട്. ആ സമയത്ത് ഐവാൻ ചോദിക്കാണ്, വാട്ട് ഈസ് ഇറ്റ്? ഐവാൻ ആസ്ക്ഡ്.
എന്താണ്? അപ്പം നമ്മുടെ പക്ഷി എന്താ പറയുന്നത്? ദ ബേർഡ് വിസ്പേർഡ്. ബേർഡ് മെല്ലെ മന്ത്രിക്കുകയാണ് ദ സീക്രട്ട്, ആ രഹസ്യം. ഇൻ ഐവാൻസ് ഇയേഴ്സ്, ഐവാൻ്റെ ചെവികളിൽ. ഐവാൻ, ദ മെർച്ചൻ്റ് കോൾഡ് ഹിം. ആ സമയത്താണ് ഐവാൻ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വ്യാപാരി വരുന്നത് അല്ലേ? വ്യാപാരി അവനെ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ദ നൈറ്റിംഗേൾ ഫ്ലൂ എവേ. നൈറ്റിംഗേൾ അവിടെ നിന്ന് പറന്നു പോയി. ഇനി നമുക്ക് അടുത്ത ആ ഒരു പാരഗ്രാഫ് നോക്കാം. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. ഒരു അസാധാരണ പ്രവചനം. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി ഒരു കാര്യത്തെക്കുറിച്ച് പറയട്ടോ. അതായത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതിനാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൂ വർ യു ടോക്കിംഗ് ടു? ദ മെർച്ചൻ്റ് ആസ്ക്ഡ്. വ്യാപാരി ചോദിക്കുകയാണ്, നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? അപ്പം നമ്മുടെ ഐവൻ എന്താ പറയുന്നത്? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഞാനൊരു വാനമ്പാടി പക്ഷിയോട് സംസാരിക്കുകയായിരുന്നു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ? ഒരു വാനമ്പാടി പക്ഷിയോട് സംസാരിക്കുകയോ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? എങ്ങനെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നു? ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. ദ മെർച്ചൻ്റ് സ്റ്റേർഡ് അറ്റ് ഐവാൻ ഇൻ ഡിസ്ബിലീഫ്. ആ സമയത്ത് നമ്മുടെ മെർച്ചൻ്റ് ഐവാൻ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. ഇൻ ഡിസ്ബിലീഫ്. ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തോടു കൂടി. ഐവാൻ പറഞ്ഞത് മെർച്ചൻ്റ് അവിശ്വാസത്തോടെ നോക്കിയപ്പോൾ ഐവാൻ്റെയോട് മെർച്ചൻ്റ് വീണ്ടും ചോദിക്കുകയാണ്, വാട്ട് വർ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക്ഡ് ദ മെർച്ചൻ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മെർച്ചൻ്റ് അവനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഐവാൻ വാസ് വറീഡ്. ഐവാന് ഭയങ്കര വിഷമമായി. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. ഒരു തകർന്ന ശബ്ദത്തിൽ അവൻ പറയുകയാണ്, അതായത് കുറച്ചു സങ്കടത്തോടു കൂടി അവൻ പറയുകയാണ്, ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ്. ആ പക്ഷി എന്നോട് പറഞ്ഞു, ഐ വുഡ് ബിക്കം എ കിങ്. ഞാനൊരു രാജാവാകും. ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. നിങ്ങൾ എൻ്റെ സെർവൻറ്റുമാകും എന്ന്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇൻ ടു ദ ഡീപ് സീ. ആഴക്കടലിലേക്ക്. ദ മെർച്ചൻ്റ് വാസ് വറീഡ്. നമ്മുടെ വ്യാപാരി വിഷമത്തിലായത് കേട്ടപ്പോൾ. ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് അവന് ഉറക്കം വന്നില്ല. അതായത് നിങ്ങൾ വേലക്കാരനാകും, അവൻ രാജാവാകും എന്നല്ലേ പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായി. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, ദ മെർച്ചൻ്റ് ഗേവ് ഐവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. ഒരു ദിവസം രാത്രി വ്യാപാരി ഐവന് ഒരു ഡ്രിങ്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഹിം ഡ്രൗസി. അവന് ഉറക്കമുണ്ടാക്കുവാൻ, അതായത് ഉറക്കം വരുത്തുന്ന ഒരു ഡ്രിങ്കാണ് മെർച്ചൻ്റ് ഐവന് കൊടുക്കുന്നത്. വെൻ ഐവാൻ ഹാഡ് ഫാളൻ അസ്ലീപ്പ്. അങ്ങനെ ഐവൻ ഉറക്കത്തിലേക്ക് വീണപ്പോൾ ദ മെർച്ചൻ്റ് ലൈഡ് ഹിം ഓൺ എ ബോട്ട്. മെർച്ചൻ്റ് അവനെ ഒരു ബോട്ടിലേക്ക് കിടത്തുന്നു. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. അങ്ങനെ അതിൽ, അതായത് തീരത്തൊക്കെ നങ്കൂരം വിട്ടിട്ടുള്ള ബോട്ടല്ല, അതിനെ അഴിച്ചുവിട്ട് അദ്ദേഹം ആ ഒരു കടലിലേക്ക് അതിനെ തള്ളിവിടുകയാണ്. ബോട്ടിനെ തള്ളിവിടുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലേ? ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. ക്രെയിൻ എന്ന് പറഞ്ഞ പക്ഷി ട്ടോ, കൊക്കിനെ പോലുള്ള പക്ഷിയാണ് ക്രെയിൻ. ക്രെയിനുകളിൽ നിന്നുള്ള സന്ദേശം നമുക്ക് നോക്കാം. ഫോർ എ ലോങ് ടൈം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദ ബോട്ട് മൂവ്ഡ് എബൌട്ട് ഓൺ ദ വേവ്സ്. അങ്ങനെ ഈ ബോട്ട് ഈ തിരമാലകൾക്ക് മേലെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അവസാനം ഒരു വലിയ കപ്പലിനെ ഇടിക്കുകയാണ്. കാരണം അതിനൊന്നുമില്ലല്ലോ, ആരുമില്ലല്ലോ. ഐവാൻ അതിൽ കിടന്ന്, ഐവാൻ ആ ബോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഐവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. ദ ക്രൂ ഓൺ ദ ഷിപ്പ്. ആ കപ്പലിലുള്ള ആളുകൾ ഐവനെ കാണുകയാണ്. അവർക്ക് ഐവനോട് അനുകമ്പ തോന്നി. ദേ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. അവനെ ആ കപ്പലിലേക്ക് എടുത്തു വെക്കുകയാണ്. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക്. കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഐവൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. അവൻ ആകാശത്തേക്ക് നോക്കുകയാണ്. ഹൈ, വളരെ ഉയരത്തിൽ. വെരി ഹൈ, വളരെ വളരെ ഉയരത്തിൽ. അപ്പ് ഇൻ ദ സ്കൈ. ആകാശത്തിൻ്റെ ഏറ്റവും മുകളിൽ എന്താ കാണുന്നേ? ഐവൻ സോ സം ക്രെയിൻസ്. ഐവൻ കുറച്ച് ക്രെയിനിനെ കാണുകയാണ്, പക്ഷികളെ കാണുകയാണ്. ദ ക്രെയിൻസ് വേർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഈ ക്രെയിൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്? അവർ ഒരു
കൊടുങ്കാറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്, പ്രവചിക്കുകയാണ്. അതായത് പക്ഷികൾ പറയുകയാണ് ഒരു കൊടുങ്കാറ്റ് വരാനുണ്ട് എന്നൊക്കെ. നമ്മുടെ ഐവന് പക്ഷികളുടെ ഭാഷ അറിയുന്നത് കൊണ്ട് തന്നെ അത് മനസ്സിലാവുന്നു. He said to the sailors, അവൻ ആ ഷിപ്പിലുള്ള സെയിലേഴ്സിനോട് പറഞ്ഞു, ബി കെയർഫുൾ, ശ്രദ്ധിക്കുക. I hear the birds predicting a storm. ഞാൻ കേട്ടു പക്ഷികൾ പറയുന്നു ഒരു കൊടുങ്കാറ്റ് വരാനുണ്ടെന്ന്. Let us enter a harbor. നമുക്കൊരു തീരത്തേക്ക് അടുപ്പിക്കാം. Or we will be in danger. അല്ലെങ്കിൽ നമ്മളെല്ലാവരും അപകടത്തിലാകും. You silly boy, keep quiet, the captain of the ship said. ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ പറയാണ്, നീ നിസ്സാരക്കാരനായ കുട്ടി, നീ മിണ്ടാതിരിക്കെ. ബട്ട് ഐവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷെ നമ്മുടെ ഐവാൻ വിടോ, അവൻ വീണ്ടും വീണ്ടും ഈ ക്യാപ്റ്റനോട് അപേക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ സ്റ്റോം, കൊടുങ്കാറ്റ്. At last the captain steered the ship to the shore and anchored it. അങ്ങനെ ഈ ഐവൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ക്യാപ്റ്റൻ എന്ത് ചെയ്യാണ്? സ്റ്റീർ ദ ഷിപ്പ്, ആ ഷിപ്പ് ഒന്ന് തിരിക്കുന്നു. ടു ദ ഷോർ, കരയിലേക്ക്. ആൻഡ് ആങ്ക്വേർഡ് ഇറ്റ്, അവിടെ നങ്കൂരമിടുകയാണ്. അതായത് ഷിപ്പ് കരയ്ക്ക് എത്തിച്ചു. വിത്തിൻ എ ഷോർട്ട് ടൈം, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എ സ്റ്റോം ബ്രോക്ക് ഔട്ട്, വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചു വീശുകയാണ്. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ, വലിയ തിരമാലകൾ ആകാശത്തോളം ഉയരുന്നു. ദ വിൻഡ് റോർഡ്, കാറ്റ് അട്ടഹസിക്കുന്നു, അതായത് നല്ല കൊടുങ്കാറ്റ് അടിക്കുകയാണ്. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. അവർ കാണുകയാണ് വലിയ തിരമാലകൾ ഒരുപാട് ഷിപ്പുകളെയൊക്കെ തകർത്ത് കളയുന്നു. അവയൊക്കെ എന്താണ്? ആ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഷിപ്പുകളെ ആ വലിയ തിരമാലകൾ തകർത്ത് കളയുന്നു. ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഐവനോട് പറയാണ്, യു സേവ്ഡ് അവർ ലൈവ്സ്. ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. ക്യാപ്റ്റൻ വളരെ നന്ദിയോടുകൂടെ ഐവനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചു. പക്ഷികളുടെ ഭാഷ മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെയൊക്കെ ജീവിതം അവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്ത പേജിൽ വേറൊരു സ്റ്റോറിയാണ് പറയുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. നോയ്സി ബേർഡ്സ്, ബഹളമുണ്ടാക്കുന്ന പക്ഷികൾ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. ആ രാജ്യത്തിലുള്ള രാജാവ് വളരെയധികം വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അനോയ് എന്ന് പറഞ്ഞാൽ വിഷമത്തിലാണ്. മെനി ക്രോസ് പേർച്ച്ഡ് ഓൺ ദ വിൻഡോസ്. ഒരുപാട് കാക്കകൾ അവിടെ ജനാലക്കരികിൽ ചേക്കേറിയിരിക്കുകയാണ്. വാൾസ്, ചുമരുകളിലും. ആൻഡ് റൂഫ് ഓഫ് ദ പാലസ്, കൊട്ടാരത്തിൻ്റെ മേൽക്കൂരകളിലും വാൾസിലും വിൻഡോസിലുമൊക്കെ ഒരുപാട് കാക്കകൾ ഇരിക്കുകയാണ്. ആൻഡ് ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ, കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തുമുള്ള മരത്തിലുമൊക്കെ ഒരുപാട് കാക്കകൾ ഇരിക്കുകയാണ്. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റൈഡ് ഓഫ് ദം. ആർക്കും അറിയില്ല അവയെ എങ്ങനെ തുരത്തണമെന്ന്, അവിടെ നിന്ന് എങ്ങനെ ഒഴിവാക്കുമെന്ന് ആർക്കും അറിയുന്നില്ല. ഐവാൻ വെന്റ് ടു ദ പാലസ്. അങ്ങനെ നമ്മുടെ ഐവാൻ കൊട്ടാരത്തിലേക്ക് വരികയാണ്. യുവർ മജസ്റ്റി, രാജാവിനെ വളരെ ആദരവോടുകൂടി വിളിക്കുകയാണ്. തിരുമനസ്സേ, ഐ വിൽ ഗെറ്റ് റൈഡ് ഓഫ് ദ ക്രോസ്, ഐവാൻ സെഡ്. ഐവാൻ പറയാണ്, ഞാൻ കാക്കകളെ അവിടെ നിന്ന് ഓടിക്കാം. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദ കിങ് സെഡ്. അപ്പോൾ കിങ് ഐവനോട് പറയാണ്, നിനക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ, അതായത് അവിടെയുള്ള കാക്കകളെ തുരത്താൻ നിനക്ക് സാധിച്ചാൽ, യു ക്യാൻ മാരി മൈ ഡോട്ടർ, എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കാം. ഐവാൻ ആസ്ക്ഡ് ദ സെർവൻസ് ടു ഓപ്പൺ ദ വിൻഡോസ്. ഐവാൻ അവിടെയുള്ള സെർവൻസിനോടൊക്കെ ആ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഹി ലിസൺ ടു ദ ക്രോസ് ഫോർ എ വൈൽ. അവൻ കുറച്ച് സമയം കാക്കകളെ ഇങ്ങനെ ശ്രദ്ധിച്ചു. ദെൻ ഹി വെന്റ് ടു ദ കിങ് അഗെയിൻ. എന്നിട്ട് അവൻ രാജാവിനടുത്തേക്ക് വീണ്ടും വന്നു. ഹോംലെസ് ബേർഡ്സ്, വീടില്ലാത്ത പക്ഷികൾ. നമുക്ക് നോക്കാം എന്താണ് ആ പക്ഷികൾ അവിടെ ചേക്കേറിയിരിക്കുന്നതിൻ്റെ കാരണം. ഐവാൻ ബോവ്ഡ് ബിഫോർ ദ കിങ് ആൻഡ് സെഡ്. ഐവാൻ രാജാവിന് മുന്നിൽ ആദരവോടെ ഒന്ന് തലകുനിച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഓ ലോർഡ്, ഓ മഹാരാജാവേ, ദ ക്രോസ് ആർ ഹോംലെസ്. ആ കാക്കകൾക്കൊന്നും വീടില്ല. ബിക്കോസ്, കാരണം എന്താ? യുവർ മെൻ ആർ കട്ടിംഗ് ഡൗൺ ദ ട്രീസ് ദേ ആർ ലിവിങ് ഓൺ. നിങ്ങളുടെ ആളുകൾ അവർ ജീവിക്കുന്ന, അവർ താമസിക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ദേ വാണ്ട് യുവർ മെൻ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അവരുടെ ആവശ്യമെന്താ? നിങ്ങളുടെ ആളുകൾ
ആ മരം മുറിക്കുന്നത് നിർത്തണം എന്നാണ് അവരുടെ ആവശ്യം. ആ സമയത്ത് കിങ് എന്താ ചെയ്യുന്നത്? ദ കിങ് ഓർഡേർഡ് ഹിസ് മാൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീസ്. കിങ് അദ്ദേഹത്തിൻ്റെ ആളുകളോട് അവിടെയുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് നിർത്താൻ പറയുന്നു. ദ ക്രോസ് ഫ്ലൂ അവേ വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പിയർഡ്. അങ്ങനെ കാക്കകൾ അവിടെ നിന്ന് ഓരോന്നായി പറന്നുപോയി. അവസാനം അവയെല്ലാം അപ്രത്യക്ഷമായി. അതായത് ഇപ്പോൾ ഒരു കാക്കയും അവിടെ ഇല്ല. ദ കിങ് ഗോട്ട് ദ പ്രിൻസസ് മാരീഡ് ടു ഐവൻ. അങ്ങനെ ഐവന് വിവാഹം കഴിക്കുവാൻ അവിടെയുള്ള രാജകുമാരിയെ കിങ് കൊടുക്കുന്നു. ദസ് ഐവൻ ബിക്കേം ദ കിങ്. അങ്ങനെ ആ രാജ്യത്തിൻ്റെ രാജാവായി ഐവൻ മാറി. ഹി റൂൾഡ് ദ കിങ്ഡം വൈസ്ലി. വളരെ ബുദ്ധിപരമായി തന്നെ അവൻ ആ രാജ്യം ഭരിച്ചു. ബേർഡ്സ് ഓൾവേസ് വാണ്ട് ഹിം അബൌട്ട് സ്റ്റോംസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. അങ്ങനെ നമ്മുടെ പക്ഷികൾ എപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ വാൺ ചെയ്യും. അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെയുള്ള കാര്യങ്ങൾ? സ്റ്റോംസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, കൊടുങ്കാറ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ, മറ്റുള്ള ഭൂകമ്പം, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുമൊക്കെ വാണിംഗ് കൊടുക്കും. ആൻഡ് ഐവൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ടു സേവ് ഹിസ് പീപ്പിൾ. അങ്ങനെ ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ പ്രജകളെ രക്ഷിക്കാൻ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസും എടുക്കും. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവും രാജാവിനെ. ലോങ് ലിവ് കിങ് ഐവാൻ. ഐവാൻ രാജാവ് നീണാൾ വാഴട്ടെ. പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം. പീപ്പിളൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെ ഇങ്ങനെ പ്രശംസിക്കും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. എ ന്യൂ സെർവൻറ്റ്. ഒരു പുതിയ വേലക്കാരൻ. ഇയേഴ്സ് പാസ്ഡ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. വൺ ഡേ ആൻ ഓൾഡ് മാൻ കേം ടു ഐവാൻസ് പാലസ്. ഒരു ദിവസം ഒരു വയസ്സായ ആള് ഐവാന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഐവാൻ ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ബ്രിങ് ഹിം ഇൻസൈഡ്. ഐവാൻ തൻ്റെ കാവൽക്കാരോട് അദ്ദേഹത്തെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. ദ ഓൾഡ് മാൻ ഇൻ ഷാബി ക്ലോത്ത്സ് അപ്പിയർഡ് ബിഫോർ ഹിം. അങ്ങനെ ഷാബി എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത മുഷിഞ്ഞ വസ്ത്രത്തിലുള്ള ഒരു വയസ്സായ ആള് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായി. ഹി വാസ് സോ ടയേർഡ്. അദ്ദേഹം കണ്ടാൽ എന്താ, വളരെ ക്ഷീണിതനായിട്ടുണ്ട്. ഡിയർ ഓൾഡ് മാൻ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഐവാൻ ആസ്ക്ഡ്. ഐവാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഓൾഡ് മാൻ, താങ്കൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഓ യുവർ മെജസ്റ്റി, ഓ തിരുമനസ്സേ, ഐ ലോസ്റ്റ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത്. എൻ്റെ ഭാര്യയെ എനിക്ക് നഷ്ടമായി, എൻ്റെ എല്ലാ സമ്പത്തും നഷ്ടമായി. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിങ്. എനിക്ക് ജീവിക്കാൻ വേറൊരു മാർഗവുമില്ല. ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക്. എനിക്ക് വർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ വളരെ വൃദ്ധനാണ്, ഞാൻ വളരെ ഏജ്ഡ് ആയ ആളാണ്. ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു സെഡ് ദ ഓൾഡ് മാൻ. ഓൾഡ് മാൻ അദ്ദേഹത്തോട് പറയുകയാണ്, എന്നെ ഇവിടെ താമസിക്കുവാനും താങ്കളെ ശുശ്രൂഷിക്കുവാനും എന്നെ അനുവദിക്കുമോ? ഐവാൻ അപ്പോയിൻറ്റഡ് ഹിം ആസ് ഹിസ് സെർവൻറ്റ്. അങ്ങനെ ഐവൻ അദ്ദേഹത്തിൻ്റെ ഒരു വേലക്കാരനായി ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തു. ദ നൈറ്റിംഗേൾ ഈസ് ബാക്ക്. അങ്ങനെ നമ്മുടെ വാനമ്പാടി തിരിച്ചു വരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഈ പാരഗ്രാഫിലുള്ളതെന്ന്. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, ഐവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. ഐവാൻ ഇപ്പം എന്താ, രാജാവാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജകീയ ബെഡിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ഹീ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദി വിൻഡോ. അദ്ദേഹം വിൻഡോക്ക് പുറത്തേക്ക് നോക്കുന്നു. എ ഫുൾ മൂൺ വാസ് റൈസിങ്. ഒരു പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ലിറ്റിൽ സ്റ്റാർസ് വേർ ബ്ലിങ്കിങ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ടു ഗ്രീറ്റ് ദ മൂൺ. മൂണിനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്നുണ്ട്, നക്ഷത്രങ്ങൾ അവയെ ഗ്രീറ്റ് ചെയ്യുന്നതുമായിട്ടൊക്കെ ഇങ്ങനെ കാണുകയാണ്. എ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ ടു ദ റൂം. കാട്ടിലെ പുഷ്പങ്ങളുടെ ഗന്ധവും വഹിച്ചുകൊണ്ട് ഒരു മന്ദമാരുതൻ ആ റൂമിലേക്ക് അടിച്ചു വീശുന്നു. ഫ്രം ദ ഡിസ്റ്റന്റ് സ്കൈസ്. എങ്ങോ വിദൂരത്ത് നിന്ന്. ഐവാൻ ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. ഐവാൻ കേൾക്കുകയാണ് ആ നൈറ്റിംഗേളിൻ്റെ പാട്ട്. ഇറ്റ്സ് മൈ നൈറ്റിംഗേൾ. ഐവാൻ സ്റ്റുഡ് അപ്പ്. അതെൻ്റെ നൈറ്റിംഗേളാണ്. ഐവാൻ പെട്ടെന്ന് തന്നെ എണീക്കുകയാണ്. ആൻഡ് വെന്റ് ടു ദ വിൻഡോ. എന്നിട്ട് വിൻഡോക്കരികിലേക്ക് പോകുന്നു. സൂൺ, ഉടൻ തന്നെ, ദ നൈറ്റിംഗേൾ കെയിം ടു ഹിം. നൈറ്റിംഗേൾ അവനടുത്തേക്ക് വരുന്നു. ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ. അങ്ങനെ ഈ ബേർഡ് ആ വിൻഡോക്കരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
They spoke for a long time. അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. As you said, നീ പറഞ്ഞതുപോലെ I became the king. ഞാൻ രാജാവായി. But what happened to the merchant? Ivan asked. Ivan ചോദിക്കുകയാണ്, നമ്മുടെ വ്യാപാരിക്ക് എന്ത് സംഭവിച്ചു? Oh, your majesty. Oh, തിരുമനസ്സേ. He is in your palace. അദ്ദേഹം നിങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. And he is serving you. അദ്ദേഹം നിങ്ങളെ ശുശ്രൂഷിക്കുന്നു. Saying this, the nightingale flew away. ഇത് പറഞ്ഞുകൊണ്ട് നൈറ്റിംഗേൾ അവിടെ നിന്ന് പറന്നു പോകുന്നു. And disappeared into the sky. ആകാശത്ത് അപ്രത്യക്ഷമായി. Your majesty, supper is ready. Ivan looked at the old servant at his door. അപ്പോഴാണ് ഐവൻ്റെ ഡോറിനടുത്തുനിന്ന് ഒരാൾ പറയാണ്. ആരാണ് പറയുന്നത്? നമ്മുടെ ആ ഒരു വേലക്കാരൻ അല്ലേ, പുതുതായി അപ്പോയിൻറ്റ് ചെയ്ത വേലക്കാരൻ ഐവാനോട് പറയാണ്. എന്താ പറഞ്ഞേ? യുവർ മജസ്റ്റി, തിരുമനസ്സേ, സപ്പർ ഈസ് റെഡി. നിങ്ങളുടെ രാത്രി ഭക്ഷണം റെഡിയാണ്. ആ സമയത്ത് നമ്മുടെ ഐവാൻ എന്താണ്? ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അത് അദ്ദേഹത്തിൻ്റെ ആ പഴയ യജമാനനായിരുന്നു. പുതുതായി ജോലിക്കെടുത്ത സെർവൻറ്റിനെ നോക്കിയപ്പോഴാണ് ഐവന് മനസ്സിലായത് അത് അദ്ദേഹത്തിൻ്റെ പഴയ മാസ്റ്റർ ആയിരുന്നു എന്ന്. ഇവിടെ എന്താ സംഭവിച്ച്? നൈറ്റിംഗേൽ പറഞ്ഞ കാര്യം സത്യമായി അല്ലേ? ഐവാൻ കിങ്ങുമായി, മെർച്ചൻ്റ് സെർവൻറ്റുമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറിയൊക്കെ ഇഷ്ടമായല്ലോ. അപ്പോൾ ഡിയർ ചിൽഡ്രൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കണം. ഡിഫിക്കൽട്ട് വേർഡൊക്കെ അണ്ടർലൈൻ ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. എന്നിട്ട് സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.